വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനില്ലേ കൂടെ പട്ടി പോസ്റ്റ് അടിക്കാൻ പോകുന്നൊരു ദിവസമാണ്. ഓടിക്കോന്ന് വെച്ചാൽ ബസ് സ്റ്റോപ്പിൽ എത്തിയെങ്കിലും എൻ്റെ ഭാഗ്യം കൊണ്ട് ബസ് മിസ്സായി ഗൈസ്. അങ്ങനെ അടുത്ത ബസ്സിനായിട്ട് പട്ടി പോസ്റ്റ് അടിച്ച് അവിടെ കുറേ നേരം ഇരുന്നു. ബസ്സൊക്കെ കിട്ടി. പിന്നെ ഇതാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചത് 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു മതിലിൻ്റെ അപ്പുറത്ത് തന്നെയാണ് അടുത്ത സ്കൂൾ വരുന്നത്. 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചത് പേരുകൂടെ ഗേൾസ്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് നിറഞ്ഞൊരു സ്ഥലമാണ് ഇതും. പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും ബാഡായിട്ടുള്ള സ്ഥലമാണ് ഇത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കോളേജാണ്. അപ്പോൾ ഞാൻ എൻ്റെ കലാവിരുദ്ധാണ് കാണിക്കാൻ പോകുന്നത്. ഞാനൊരു കലാകാരിയാണ്. ഞാൻ ഡ്രോയിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ഡ്രോയിങ് കാണാം. ഇതെൻ്റെ ഫസ്റ്റ് ഡ്രോയിങ്. സർപ്രൈസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ്. ഇതാണ് ഗ്ലോറിയാസ് ഹൗസ്. ഇതാണ് ഗ്ലോറിയ. നമ്മുടെ വീടാണ്. വീടിൻ്റെ അകത്ത് തെങ്ങും പൂവും ഉണ്ട്. പിന്നെ ഗ്ലോറിയക്ക് ഒരു പട്ടിയാണ്, മഴ ഉണ്ട്. പിന്നെ ഗ്ലോറിയക്ക് ഒരു പട്ടിയുണ്ട്. ഗ്ലോറിയക്ക് ഒരു തത്തയുണ്ട്. ഇതാണ് ഗൈസ്. അടുത്ത കലയാണ് കാണിക്കാൻ പോകുന്നത് ഗൈസ്. ഇതെന്ന് പറയുന്നത് മലയും കുന്ന്, മല, സൂര്യൻ, ഒരാറ് അതൊരു ഒഴുകുന്നുണ്ട്. പിന്നെ 3 തെങ്ങുകൾ, കാക്കയുണ്ട്. സോറി ഗൈസ്, ഇത് വന്നിട്ടാണ് ഓണം. ഓണം തീമിൻ്റെ മുമ്പ് എന്നിട്ട് കളിക്കാൻ പറഞ്ഞാൽ മനസ്സിലാണ് ഗൈസ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ തുഴയുന്നുണ്ട്. എന്താണ് ഹാപ്പി ഓണം. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വലിയ ബോളൊക്കെ വെച്ച് അവിടെ സദ്യ കൊണ്ടാനായിട്ട് ഡുണ്ടുണ്ട് ചേട്ടൻ കഴിപ്പുണ്ട് ഗൈസ്. ലെസ് കൊണ്ടുവന്ന വടയൊക്കെ കഴിച്ച് ഓയിച്ചൽസ് കൊണ്ടുവന്ന ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോയപ്പോഴാണ് ഗൈസ് ഈ ഒരു സാധനം എൻ്റെ കൈ കിട്ടുന്നത്. ഇതെന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അറിയാന്നുള്ളവരൊന്ന് പറഞ്ഞു തരണേ. എക്സാം ടൈം ആയപ്പോൾ ഓയിനെയും ഡുണ്ടുവിനെയും കൂടെ ഹോളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നമ്മളിവിടെ മൊത്തം കറങ്ങി നടക്കുമായിരുന്നു. 1:30ക്കുള്ള പരീക്ഷയ്ക്ക് 2 മണിക്ക് വരുന്ന വ്യക്തിയാണ് ഈ കാണുന്നത്. 3 വർഷം ആ കോളേജിൽ കരഞ്ഞു കഴിഞ്ഞ് പോയ നമ്മളാണ്. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ആൺകുട്ടികളൊക്കെ വരാൻ തുടങ്ങി ഗൈസ്. അവിടുത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു. ഓൾ സയൻസിൻ്റെ ID കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയത്തില്ല. കോളേജിന് കുറേ പ്രാവശ്യം ഞങ്ങൾ സ്റ്റോൺ ബെഞ്ചിൽ പോയിരുന്നു. കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു. ആൾമാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്. പിന്നെ ആൾമാർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇറങ്ങുകയായിരുന്നു കോളേജിൽ നിന്ന്. ചിരിയിലാണ് ഞാൻ വീണ് പോയത്. കോളേജിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബസ് കുറേ യുദ്ധം കഴിഞ്ഞ് നമ്മൾ ബസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സീറ്റൊക്കെ നമ്മൾ സേഫാണ് ഗൈസ്. പാളയത്തെത്തിയപ്പോൾ കറക്റ്റായിട്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുമായിരുന്നു ഈ 5 മണിക്ക് ഈ പാളയം പള്ളിയിൽ കേൾക്കുന്ന മണി വീഡിയോ എടുക്കണമെന്നുള്ളത്. സംഭവം കുറച്ച് നെസ്റ്റാൾജിയൊക്കെ തരുന്ന, നെസ്റ്റാൾജി എന്ന് പറഞ്ഞാൽ കുറച്ച് മെമ്മറീസൊക്കെ തരുന്ന ഒരു മണിശബ്ദമാണ് അത്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ ഗായ്സ്.